നമസ്കാരം. കേരളത്തെ നടുക്കിയ അരും കൊലപാതകം തന്നെയായിരുന്നു വയനാട് വെറ്റിനറി പൂക്കോട്ട് സർവകലാശാലയിൽ നടന്ന കൊലപാതകം. സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി തന്നെയാണ് തൻ്റെ സഹപാഠികൾ അന്ന് കൊലപ്പെടുത്തിയത്. റാഗിങ്ങിലൂടെയായിരുന്നു അന്ന് SFI വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ കാലപുരിക്ക് അയച്ചത്. അന്ന് ആ കേസിൽ കൃത്യമായൊരു നടപടി ഈ കേരള സർക്കാർ എടുത്തിരുന്നെങ്കിൽ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ കൈക്കൊണ്ടിരുന്നെങ്കിൽ, വീണ്ടും ഇപ്പോൾ കോട്ടയത്ത് ഗാന്ധിനഗറിലുള്ള നഴ്സിംഗ് കോളേജിൽ ഇത്തരത്തിലൊരു റാഗിംഗ് നടക്കില്ലായിരുന്നു. 5 സഹപാഠികൾ കൂടിയാണ് ഒരു വിദ്യാർത്ഥിയെ കൊല്ലാക്കൊല ചെയ്തത്. ആ കുട്ടിയുടെ ആയുസിന്റെ ബലം കൊണ്ടോ അവരുടെ കാരണവന്മാരുടെ പുണ്യം കൊണ്ടോ കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ കേരളത്തിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിന് ആരും മറുപടി പറയും? ലഹരി മരുന്ന് തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിപത്ത് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യം. ഇത് തടയുവാൻ വേണ്ടി ഫലപ്രദമായ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളുവാൻ സാധിക്കാതെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പും നോക്കുകുത്തിയായിരിക്കുമ്പോൾ കേരളത്തിൽ കൊലപാതക പരമ്പരകൾ കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ചെന്താമര എന്ന് പറഞ്ഞ ഒരാൾ പാലക്കാട് 2 ആളുകളെ കൊലപ്പെടുത്തിയത്. അയാൾ ജയിലിൽ നിന്നും ഇറങ്ങി പരോളിൽ ഇറങ്ങിയതിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്ന് പറയുമ്പോൾ ആ കൊലപാതകത്തിന് പ്രത്യേകതകളേറെയായിരുന്നു. തൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയ ചെന്താമര എന്ന് പറഞ്ഞയാൾ നാട്ടിൽ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, അയാൾ ഞങ്ങളെ വധിക്കും എന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ 2 പെൺമക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പോലീസുകാർ ഗവനിച്ചില്ല. വീണ്ടും ഈ പെൺകുട്ടികളുടെ, അതായത് നേരത്തെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും, വൃദ്ധയായ അമ്മയെയും ചെന്താമര എന്ന് പറഞ്ഞാൽ വടിവാളിനിരയാക്കി എന്നുള്ളതാണ്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ ലഹരി തന്നെയാണ് കേരളത്തെ നയിക്കുന്നത്. കേരളത്തിൽ എവിടെ നിന്നാണ് ലഹരി വരുന്നത്, കേരളത്തിൽ ലഹരി മാഫിയയ്ക്ക് എങ്ങനെ കാലുറപ്പിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കണ്ണും പൂട്ടിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ നടന്ന ഈ കൊലപാതകത്തിൽ ഒരു കാരണവശാലും SFI വിദ്യാർത്ഥികൾ മാത്രമല്ല പ്രതി എന്നുള്ളതാണ്. ആദ്യ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയനെ തന്നെ വേണം കയ്യാമം വച്ച് ജയിലിൽ അടയ്ക്കാൻ. ആ കോളേജിന്റെ ഹോസ്റ്റലിന്റെ കെയർ ടേക്കറും ഇതിൽ പ്രതിയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് നാൾക്ക് നാൾ ഇതിങ്ങനെ വർദ്ധിച്ചു വരുന്നത്? നമ്മൾ കണ്ടു, സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് ശേഷം ആ റാഗ് ചെയ്ത കുട്ടികൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങുവാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത CPM തന്നെയാണ്. CPMന്റെ വിദ്യാർത്ഥി സംഘടന തന്നെയാണ് SFIയും. SFIയും DYFIയും ചേർന്ന് നടത്തുന്ന കരാളമായിട്ടുള്ള സംഭവ വികാസങ്ങളാണെന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, ചോര മണക്കുന്ന കഥകളാണ് SFIയുടെ ഇത്തരം ഗുണ്ടാ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാ ക്യാമ്പസുകളിലും നടമാടിക്കൊണ്ടിരിക്കുന്നത്. ലഹരി മരുന്നിന് അടിമപ്പെട്ട ആളുകൾ, അവർക്ക് ചോരയുടെ മണം ലഹരി ഉണർത്തുന്നത് തന്നെയാണ്. പ്രാണന് വേണ്ടി പിടയുന്ന ജീവന്റെ പിടച്ചിൽ, അത് അവർക്ക് വലിയ ഹരം തന്നെയാണ്. ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് കേരളത്തിന് ഇങ്ങനെ ഒരു സംസ്കാരം ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളതിന് ആദ്യ ഉത്തരം പറയേണ്ടത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കേരളത്തിൽ നടക്കുന്ന ഇത്തരം അക്രമങ്ങൾക്കെല്ലാം കാരണക്കാരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ആദ്യത്തെ വെടി പൊട്ടിക്കേണ്ടത്, അല്ലെങ്കിൽ ആദ്യം കയ്യാമം വെച്ച് അകത്തിടേണ്ടത് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ തന്നെയാണ്. പോലീസുകാർക്ക് ഇപ്പോൾ ആകെ 3 ജോലി മാത്രമാണുള്ളത്. ഒന്ന്, ഭരണാധികാരികളെ വെളുപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് അകമ്പടി സേവിച്ചു പോകുക എന്നുള്ളൊരു കർത്തവ്യം. 2, ഈ മന്ത്രിസഭയെയും പിണറായി വിജയനെയും ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കള്ളക്കേസെടുത്ത് അവരെ ജയിലിലടയ്ക്കുക. പിണറായി വിജയന്റെ വീടിന് കാവൽ നിൽക്കുക, പിണറായി വിജയന് ഒത്താശ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയായി മാറിയിരിക്കുന്നു കേരള പോലീസിന്റെ ജോലി എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്, ഇത് തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നവകേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു ധൂർത്തിന്റെ യാത്രയുണ്ടായിരുന്നു. പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറയുന്ന കേരളത്തിലെ ഖജനാവിൽ അവസാനത്തെ ചില്ലിക്കാശും പെറുക്കിയെടുത്തുകൊണ്ടാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അദ്ദേഹം ഒരു യാത്ര നടത്തിയത്. ഈ യാത്രയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഗുണ്ടകൾ വലിയ മുളവടി കൊണ്ട് അടിച്ചൊതുക്കുന്ന കാഴ്ച നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്.
പിന്നീട് കല്യാശ്ശേരിയിലും മറ്റും വെച്ച് ഈ നവകേരള യാത്ര തടഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരെ ചെടിച്ചട്ടി കൊണ്ടാണ് അന്ന് പോലീസുകാരും CPI ഗുണ്ടകളും നേരിട്ടത് എന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത് അത് രക്ഷാപ്രവർത്തനമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ജോലി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ CPM-ഉം CPM-ന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI-യും യുവജന പ്രസ്ഥാനമായ DYFI-യും എല്ലാം നടത്തുന്നത്. എന്തു കുറ്റകൃത്യം ചെയ്താലും ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയും CPM-ഉം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ SFI ഗുണ്ടകൾക്ക് കുട്ടിപ്പട്ടാളത്തിന് എന്തും ചെയ്യാനുള്ള ഒരു കരുത്ത് എവിടെയോ നിന്ന് വന്നു ചേരുന്നു. ഈ കരുത്ത് തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ കലാശാലകളെ ഗുരുതിക്കളമാക്കി മാറ്റുന്നത്. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തെരുവിൽ SFI ഗുണ്ടകൾ നേരിട്ട കാഴ്ചകളൊന്നും നമുക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. സംസ്കാരത്തിനും നീതിക്കും നിരക്കാത്ത രീതിയിൽ സ്ഥാനമാനങ്ങൾ മാനിക്കാതെ എന്താണ് ആരാണ് എന്നൊക്കെ തിരിച്ചറിയാതെ വളർന്നു വരുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമകളായി മാറിയിരിക്കുന്നു ഇന്ന് കുട്ടികൾ. എന്താണ് ഇതിന് ഒരു അവസാനം എന്ന് ചോദിച്ചാൽ, ആരാണ് ഇതിനൊരു പ്രചോദനം എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുമില്ലാതെ മാതാപിതാക്കൾ കണ്ണും തള്ളി നിൽക്കുന്ന കാഴ്ചയാണ്. തങ്ങളുടെ കുട്ടികളെ കലാലയത്തിലേക്ക് എന്ത് വിശ്വാസത്തോടു കൂടി പറഞ്ഞയക്കും എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളെയും കുഴക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇന്ന് കേരളത്തിലെ അസമാധാനം അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നതിൽ മുഖ്യ പങ്ക് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയന് തന്നെയാണ് എന്നുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ ഒരു അറുതി എന്ന് ചോദിച്ചാൽ ഈ മന്ത്രിസഭ ഇറങ്ങിപ്പോണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്കും അരാജകത്വങ്ങൾക്കും എല്ലാം കുടപിടിച്ച് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെയാണ്. പോലീസിനെ നിർവീര്യരാക്കിയിരിക്കുന്നു, ഷണ്ണന്മാരാക്കിയിരുന്നു, വരിയുടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രമാദങ്ങളായ നിരവധി കേസുകൾ തെളിയിച്ച പാരമ്പര്യമുണ്ട് കേരളത്തിന്റെ പോലീസ് സേനയ്ക്ക്. എന്നാൽ അവരെ വരിയുടച്ച് ഷണ്ണന്മാരാക്കിയിരിക്കുന്നു, അവരുടെ കൈയും കാലും കണ്ണും മൂടിക്കെട്ടി അവരെ നിശ്ചേതനരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും കേരളത്തിലെ കലാലയങ്ങളിൽ റാഗിംഗ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അതൊരു നേരിയ പ്രതീക്ഷ മാത്രമാണ്. എന്ത് വിശ്വാസത്തിലാണ് കുട്ടികളെ മാതാപിതാക്കൾ കോളേജിലേക്ക് അയക്കുന്നത് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ഈ മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലത്തോളം, ഈ ആഭ്യന്തര വകുപ്പ് ഇവിടെ നടമാടുന്ന കാലത്തോളം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും അശാന്തി മാത്രമായിരിക്കും ഉണ്ടാകുക. ശാന്തി എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഓരോരുത്തരും വിലപിക്കുന്നത്. ഇതിനൊരു അവസാനം എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കും.